എൽബീസ് കുളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ശ്രീഖണ്ഡ്. ശ്രീഖണ്ഡ് എന്ന് പറയുന്നൊരു തൈര് കൊണ്ടുള്ളൊരു സ്വീറ്റ് ഡിഷാണ്. നമ്മൾ ബീഹാറിലുള്ളപ്പോഴാണ് ഇത് ആദ്യമായിട്ട് ഞാൻ ടേസ്റ്റ് നോക്കുന്നത്. അതവിടെ നല്ല ഞങ്ങൾ അവിടെയൊക്കെ താമസിക്കുമ്പോൾ പശുക്കളെ വീട്ടുകളിൽ കൊണ്ടുവന്ന് കറന്ന് തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവർ ഞങ്ങളിപ്പോൾ പാലാണെങ്കിൽ നല്ല പാലും കിട്ടും, നല്ല സ്വാദുള്ള പാല്. അതിൽ ഞങ്ങൾ തൈര് ഉണ്ടാക്കാറുണ്ട്, പനീർ ഉണ്ടാക്കാറുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാല്ല, തൈര് എപ്പോഴും കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ അവരുണ്ടാക്കുന്ന ഒരു ഡിഷാണ് ശ്രീഖണ്ഡ് എന്ന് പറഞ്ഞിട്ട്. അതും പ്രത്യേകിച്ച് സമ്മറിൽ ഏറ്റവും നല്ലതാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ തൈര് നമ്മൾ കട്ടി തൈര് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് അത് കട്ടി തൈര് ഉണ്ടാക്കിയിട്ട് നമ്മളൊരു തുണിയിൽ മസ്ലിൻ ക്ലോത്തിൽ വെച്ചിട്ട് അത് ഇങ്ങനെ വടി പോലെ തൂക്കിയിടുക. വടി കെട്ടുക എന്ന് പറയും, അതിങ്ങനെ തൂക്കിയിടുക. തൂക്കിയിട്ട് അതിൻ്റെ വെള്ളം മുഴുവനും പോയി കഴിയുമ്പോൾ അതിനകത്ത് കിട്ടുന്ന ഈ വേസ്റ്റ് ഇങ്ങനെ ഇടുക. ഉണ്ടാവും അതാണ്. വെള്ളം പാടില്ല, വെള്ളം ഉണ്ടായാലും അതിൻ്റെ ടേസ്റ്റ് പോവും. അത് നല്ലപോലെ മാഷ് ചെയ്യുക. മാഷ് ചെയ്തിട്ട് ഇതൊരു 1/2 ലിറ്റർ പാലിൻ്റെ തൈരാണ്. അപ്പോൾ അതിലൊരു 4 സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇടണം. അത് തൈര് പുളിക്കാൻ പാടില്ല, തൈരിട്ട് ഉടനെ അത് പുളിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പോവും. അതുകൊണ്ട് പുളിക്കാൻ പാടില്ല. പുളിക്കുന്നതിന് മുമ്പേ നമ്മളത് ഇട്ടിട്ട് എടുക്കണം. എന്നിട്ട് അതിനകത്ത് നമ്മൾ നല്ലപോലെ മാഷ് ചെയ്ത് നല്ലപോലെ മാഷ് ചെയ്തിട്ട് നമ്മൾ നട്ട്മെഗ് എന്ന് പറയുക, അതായത് ജാതിക്ക കുറച്ചെടുത്തിട്ട് നല്ലപോലെ ഇങ്ങനെ ചെയ്യുക. ഈ ജാതിക്കാണ് അതിൻ്റെ ടേസ്റ്റ് മുൻപിൽ നിൽക്കുന്നത്. ജാതിക്കാണ് ടേസ്റ്റ് തരുന്നതും. അതുകൊണ്ട് ജാതിക്കായിരുന്നു അതിന് നന്നായിട്ട് പൗഡർ കുറച്ച് ഇതൊക്കെ ആയിട്ട് നട്ട്മെഗ് പൗഡർ കഴിഞ്ഞിട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്തിട്ട് ഒന്നിൽ നമ്മളിത് കഴിക്കുമ്പോൾ ഒന്നിൽ നിറയ്ക്കുക. ഇതേ ഉള്ളൂ. ആകെ നട്ട്മെഗും പഞ്ചസാരയും മാത്രമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അത് രണ്ടാമത്തേക്ക് നമ്മൾ എന്താ വെച്ചാൽ അതിനകത്ത് കുറച്ച് മാംഗോ പൾപ്പ്, അല്ലെങ്കിൽ നമ്മൾ ഓറഞ്ച് ജ്യൂസ്, എന്തായാലും പൾപ്പ് ഇട്ടിട്ട് ഇന്നത്തെ ഓറഞ്ചിനെ നമ്മൾ മാംഗോ ആണ് ടേസ്റ്റി, മാംഗോ ഇടുക. കുറച്ച് മാംഗോ ഇട്ടിട്ട് അത് ഉപയോഗിക്കാം. ഇത് തണുപ്പ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താലും നന്നായിരിക്കും. സാധാരണ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ സാരമില്ല, എന്നാലും കുട്ടികൾക്ക് കുറച്ച് തണുപ്പാണല്ലോ ഇഷ്ടം. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് അടച്ച് വയ്ക്കുക. എന്നിട്ട് 5 മിനിറ്റ് കഴിയുമ്പം നമുക്കത് തിന്നാം. നല്ല ടേസ്റ്റാണ്. പക്ഷേ ഏതായാലും ഒന്ന് മാംഗോ കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട്, മധുരമുണ്ടോ. രണ്ടും. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മാംഗോ ആണ്. അതുകൊണ്ട് എല്ലാവരും
വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഇപ്പം മാംഗോ നിറച്ച് കിട്ടുന്ന സമയമാണ്, തൈരുണ്ട്. അപ്പം എല്ലാവരും മാംഗോ വെച്ചിട്ടുള്ളതും പ്ലെയിൻ ആയിട്ടുള്ളതും ശ്രീകണ്ഠനോട് അതുണ്ടാക്കി നോക്കുക, കഴിക്കുക, ആസ്വദിക്കുക, അഭിപ്രായം പറയുക. നന്ദി.